നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാസഭഗവാനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന 4-ാമത്തെ അധ്യായത്തിലെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് നമുക്ക് 4-ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യം ആദിത്യ ഭഗവാനാണ് കർമ്മയോഗം ഉപദേശിച്ചത് എന്ന് പറഞ്ഞു. ആദിത്യൻ അത് മകനായ മനുവിന്, മനു അത് ഇക്ഷ്വാകുവിന്, അങ്ങനെ അത് പരമ്പരയായി ഉപദേശിച്ചു പോന്നു. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കർമ്മയോഗി ആദിത്യ ഭഗവാൻ തന്നെയാണ് എന്ന് പറയാം. എത്രയോ കാലമായി ഒരു ഫലേച്ഛയും കൂടാതെയാണ് സ്വധർമ്മം നിർവഹിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ആദിത്യ ഭഗവാൻ അല്ലെങ്കിൽ ഈ സൂര്യ ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ലോകം എങ്ങനെയിരിക്കും എന്നൊന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? ഈ ഭൂമിയിലുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഈ സൂര്യൻ ഹേതുവായിട്ടാണ്. എന്നാൽ ഈ നടക്കുന്നത് ഒന്നിൻ്റെയും തനിക്ക് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഒന്നുമില്ല എന്നതുപോലെയാണ് വർത്തിക്കുന്നതും. ഇതുതന്നെയല്ലേ ഒരു കർമ്മയോഗിക്ക് വേണ്ട ഗുണങ്ങൾ? ഇതെല്ലാം കേട്ടപ്പോൾ അർജുനന് ഒരു സംശയം തോന്നുകയാണ്. ആ സംശയമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അർജുന ഉവാച. അർജുന ഉവാച എന്ന് പറഞ്ഞാൽ അർജുനൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേ തദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഭവതഃ ജന്മ അപരം. അങ്ങയുടെ ജന്മം വേറെ കാലത്താണ്, ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. വിവസ്വതഃ ജന്മ പരം. വിവസ്വാന്റെ, ആദിത്യ ഭഗവാന്റെ, സൂര്യഭഗവാന്റെ ജനനം പരം, എത്രയോ മുൻപ് കഴിഞ്ഞിരിക്കുന്നു. ത്വം ആദൗ ഏതത് പ്രോക്തവാൻ ഇതി. അങ്ങ് ഇതെന്ന് വെച്ചാൽ ഈ കർമ്മയോഗം ആദ്യം തന്നെ വിവസ്വാന്, സൂര്യന് ഉപദേശിച്ചു എന്ന് കഥം വിജാനീയാം, എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെയും സൂര്യഭഗവാന്റെയും ജന്മം ഒരേ സമയത്തല്ല ഉണ്ടായിരിക്കുന്നത്. സൂര്യൻ എത്രയോ മുൻപ് ജന്മം എടുത്തിരിക്കുന്നു, അവിടുന്നാവട്ടെ ഈ അടുത്ത കാലത്താണ് ജനിച്ചത്. അപ്പോൾ എത്രയോ മുമ്പ് തന്നെ, അതായത് ലോകാരംഭത്തിൽ തന്നെ അങ്ങ് ഈ കർമ്മയോഗത്തെ കുറിച്ച് സൂര്യഭഗവാന് ഉപദേശിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുക എന്നാണ് ഇവിടെ അർജുനന് തോന്നിയ സംശയം. അതിന് മറുപടിയായിട്ട് ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. അർജുന, അല്ലയോ അർജുന, മേ തവ ച ബഹൂനി ജന്മാനി വ്യതീതാനി എന്നാണ് പറഞ്ഞത്. എനിക്കും നിനക്കും ധാരാളം ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. താനി സർവാണി അഹം വേദ. അവയെല്ലാം ഞാൻ അറിയുന്നു. ഹേ പരന്തപ, അല്ലയോ പരാക്രമിയായ അർജുന, ത്വം ന വേത്ത, നീ അറിയുന്നുമില്ല. ഇവിടെ ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, എനിക്കും നിനക്കൊക്കെ വളരെയധികം ജന്മങ്ങൾ കഴിഞ്ഞുപോയി. നമ്മുടെ ഈ ജനന മരണ ശൃംഖല എന്നോ തുടങ്ങിയതാണ്. പക്ഷെ നീ പൂർവജന്മങ്ങളൊന്നും ഓർക്കുന്നില്ല. എന്നാൽ ഞാൻ നിന്റെയും എന്റെയും ആ ജന്മങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നെയോ, അത് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. അജോബി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. അജഃ അപി സൻ, ജനിക്കാത്തവനാണെങ്കിലും, അവ്യയാത്മാ അപി സൻ, നാശരഹിതനാണെങ്കിലും, ഭൂതാനാം ഈശ്വര അപി സൻ, എല്ലാ ജീവരാശികളുടെയും അധിപതിയാണെങ്കിലും, സ്വാം പ്രകൃതിം അധിഷ്ഠായ, സ്വന്തം പ്രകൃതിയെ അവലംബിച്ച്, ആത്മമായയാ സംഭവാമി, ആത്മമായയിലൂടെ ജനിക്കുന്നു. ഇതിങ്ങനെ അർത്ഥം കേൾക്കുമ്പോൾ ഇതിനെന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടല്ലോ, എവിടേക്കോ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ എന്ന് തോന്നാം.
ഇവിടെ അർജുനന്റെയും കൃഷ്ണന്റെയും ജന്മങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അർജുനൻ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾക്ക് അധീനായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനാവട്ടെ ജനന മരണരഹിതനും എല്ലാ ജീവികൾക്കും ഈശ്വരനായിട്ടുള്ള ആളുമാണ്. അങ്ങനെയുള്ള അദ്ദേഹം സ്വന്തം പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് മായാശക്തി കൊണ്ടാണ് ജന്മമെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവനുള്ള ആ ശക്തിയെ അവലംബിച്ചിട്ട് മാത്രമാണ് ഈ ലോകത്ത് ജനിക്കുന്നത്. ഈ ഭഗവാനെ നമ്മൾ അജൻ അവ്യയൻ എന്നൊക്കെയല്ലേ പറഞ്ഞത്, ജനിക്കാൻ ജന്മമരണം ഇല്ലാത്തവൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാണ് ജനിക്കുക എന്നുള്ളതിനുള്ള മറുപടിയാണത്. യഥാർത്ഥത്തിൽ ഭഗവാൻ ജനിക്കുന്നില്ല എങ്കിലും തൻ്റെ സ്വന്തം പ്രകൃതി അവലംബിച്ച് സ്വമായ കൊണ്ട് ആവിർഭവിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ ഈ അവതാരത്തിന്. ഈ മായാഗുണങ്ങളുടെ ആ ശക്തിയിൽ നിന്നുണ്ടാവുന്ന ഓരോ പ്രതിരൂപ ഭാവങ്ങൾ മാത്രമാണ് ഈ കൃഷ്ണൻ്റെയൊക്കെ അവതാരം എന്നാണ് പറയുന്നത്. ഈ മായാമോഹത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഈ ഭഗവാനെ നിർഗുണനും അരൂപിയും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെ? നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലെ പ്രതിഫലനം കണ്ടാൽ രണ്ടാളുണ്ട് എന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വസ്തു തന്നെയാണ് ഈ രണ്ടായി കാണുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഭഗവാന്റെ ജന്മം എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ ആ മറുപടി തീർന്നിട്ടില്ല. ഇനി വളരെ പ്രസിദ്ധമായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ശ്ലോകങ്ങളാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ